കോൺഗ്രസ് കൊല്ലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജില്ലാ ആശുപത്രിയിലേക്ക് ഒരു പ്രതിഷേധവുമായി എത്തിയത്. അതായത് ആംബുലൻസിൽ പ്രതീകാത്മകമായി ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതീകമായത് മുഖംമൂടിയൊക്കെ ധരിപ്പിച്ചുകൊണ്ട് പ്രതീകമായി എത്തിക്കൊണ്ടാണ് വരുന്നത്. അതായത് കേരളത്തിലെ ആരോഗ്യ മേഖല ആകെ തകർന്നിരിക്കുന്നു, അതിനെതിരെ ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടാണ് ജില്ലാ ആശുപത്രിയിൽ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. എന്തായാലും അതായത് ആളുകളുടെ ജീവന് വിലവയ്ക്കാതെ വലിയ രീതിയിലുള്ള ഈ കോട്ടയത്ത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ഉയർത്തിയിരിക്കുന്നത്. ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് ഇവിടെ മെഡിക്കൽ രംഗം പരിപൂർണമായി ഒരു വെന്റിലേറ്റർ സ്ഥിതിയിൽ എത്തിയിരിക്കുകയാണ്. സാധാരണക്കാരന് ആംബുലൻസിൽ വന്നാൽ പോലും ആശുപത്രികൾ കേരളത്തിൽ വന്നാൽ യാതൊരു തരത്തിലും അവരുടെ ജീവന് വിലയില്ല, അല്ലെങ്കിൽ സുരക്ഷിതത്വമില്ല എന്നുള്ളത് ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന വിഷയത്തിലൂടെ ഉളവായിരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ കേരളമെമ്പാടും പ്രതിഷേധവുമായി വന്നിരിക്കുന്നത്. ഓക്സിജൻ മാസ്ക് ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. കാര്യം ഇന്ന് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് പരിപൂർണമായി വെന്റിലേറ്ററിലാണ്. ആ വെന്റിലേറ്ററിന്റെ സഹായവും ഈ ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായത്തോടുമല്ലാതെ ആരോഗ്യ വകുപ്പിന് കേരളത്തിലെ 14 ജില്ലയിലെ 3.5 കോടി വരുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ജീവന് ഉറപ്പ് നൽകാൻ പറ്റാത്ത സ്ഥിതിയാണ്. അതുകൊണ്ടാണ് മന്ത്രി ഇന്ന് ഓക്സിജൻ സിലിണ്ടർ നൽകിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു ആംബുലൻസിൽ ഒരു പ്രതിഷേധവുമായി കടന്നു വന്നിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം.